കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്രയൊരുക്കി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അടുത്ത 2 വർഷത്തിനുള്ളിൽ കാൽനടയ്ക്കുള്ള 10 പാലങ്ങൾ കൂടി നിർമ്മിക്കും. ദുബായ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 പുതിയ നടപ്പാലങ്ങൾ പണിയാനാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചത്. ഇതിനായി 4 കോടി ദിർഹം ചെയർമാൻ മത്താർ അൽ തായറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന RTA ഡയറക്ടർ ബോർഡ് യോഗം അനുവദിച്ചു. 2015-16 വർഷത്തിലായിരിക്കും പുതിയ നടപ്പാലങ്ങൾ പണിയുക. 2016ഓടെ ദുബായിൽ നടപ്പാലങ്ങളുടെ എണ്ണം 120 ആവും. ബനിയ സ്ട്രീറ്റിൽ 2 നടപ്പാലങ്ങൾ നിർമ്മിക്കും. ഒന്ന് ഭൂവകുപ്പ് ഓഫീസിന് സമീപവും രണ്ടാമത്തേത് ദുബായ് നഗരസഭ ഓഫീസിന് സമീപവുമായിരിക്കും നിർമ്മിക്കുക. മറ്റു നടപ്പാലങ്ങൾ ഖാലിദ് ബിൻ അൽ വലീദ് സ്ട്രീറ്റ്, അൽ നഹ്ദ സ്ട്രീറ്റ്, അൽ ഇത്തിഹാദ് സ്ട്രീറ്റ്, അൽ മറാബി സ്ട്രീറ്റ്, അൽ മംഗുൾ സ്ട്രീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും നിർമ്മിക്കുക. വിശദമായ പഠനത്തിന് ശേഷമാണ് പുതിയ നടപ്പാലങ്ങൾ പണിയാനുള്ള തീരുമാനമെടുത്തതെന്ന് മത്താർ അൽ തായർ പറഞ്ഞു. ജനസംഖ്യാ തോത്, വാഹനങ്ങളുടെ വേഗത, റോഡിന്റെ ഇരുവശങ്ങളിൽ ലഭ്യമായ സേവനങ്ങൾ, പ്രദേശത്തെ അപകടനിരക്ക് തുടങ്ങിയവ പഠനവിധേയമാക്കിയാണ് നടപ്പാലങ്ങൾ പണിയുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയത്. കാൽനടക്കാർക്ക് പരമാവധി സൗകര്യവും സുരക്ഷയുമൊരുക്കുകയാണ് ലക്ഷ്യം. ഇതുവഴി കാൽനടയാത്രക്കാർ അപകടത്തിൽ മരിക്കുന്നത് കുറച്ചുകൊണ്ടുവരാനായതായി അൽ തായർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. ഷാർജയിൽ പരിശുദ്ധ റംലാൻ മാസത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന വ്യത്യസ്ത രാജ്യക്കാരായ 116 തടവുകാരെ വിട്ടയക്കാൻ UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടു. ശിക്ഷാ കാലാവധിയുടെ പകുതി ഭാഗം പിന്നിട്ടവരും ജയിലിൽ മാന്യമായി പെരുമാറിയവരെയുമാണ് വിട്ടയക്കുന്നത്. ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹുമൈദ് മുഹമ്മദ് അൽ ഹദീദി ഷെയ്ഖ് സുൽത്താന്റെ വിശാല മനസ്സിന് നന്ദി പറഞ്ഞു. ദുബായ് കിരീടാവകാശിയും ദുബായ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന അൽ ഷബ സ്പോർട്സ് ടൂർണമെന്റ് നാളെ രാത്രി 11-ന് നാദൽ ഷെബ സ്റ്റേഡിയത്തിൽ നടക്കും. ഫുട്ബോൾ, വോളിബോൾ, ടെന്നീസ്, സൈക്ലിംഗ് തുടങ്ങി വ്യത്യസ്ത ഇനം മത്സരങ്ങളാണ് നടക്കുക. വനിതകളടക്കം 3000 കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. 60 ലക്ഷം ദിർഹം സമ്മാന തുകയുള്ള ടൂർണമെന്റ് റമലാൻ 21-ന് സമാപിക്കും. അബുദാബി മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ കയ്യിൽ മെഴുകുതിരിനാളമേന്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി സാഹിത്യവേദി പ്രസിഡന്റ് VTV ദാമോദരൻ ഉദ്ഘാടനം ചെയ്ത ലഹരി വിരുദ്ധ യോഗത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ പ്രതിജ്ഞയും എടുത്തു. മലയാളി സമാജം പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വിവിധ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. പഞ്ചശീല തത്വങ്ങളുടെ 60ാം വാർഷിക സമ്മേളനത്തിന് ചൈനയിൽ തുടക്കമായി. ചൈനയിലെ ബീജിംഗിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്, മ്യാൻമർ പ്രസിഡന്റ് യു തെൻ സെയിൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹാമിദ് അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. 1954-ലാണ് ഇന്ത്യയുടെയും ചൈനയുടെയും മ്യാൻമറിന്റെയും നേതൃത്വത്തിൽ 3 രാഷ്ട്രങ്ങളുടെയും നേതാക്കൾ സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള പഞ്ചശീല തത്വങ്ങൾ എന്ന പേരിൽ സമാധാന കരാറിന് രൂപം നൽകിയത്. രാഷ്ട്രങ്ങളുടെ അഖണ്ഡതയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക തുടങ്ങി 5 തത്വങ്ങളാണ് കരാറിൽ ഉണ്ടായിരുന്നത്. രാജ്യങ്ങളുടെ വളർച്ചയിലും വികസനത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയ കരാറിന്റെ 60ാം വാർഷികത്തിലാണ് 3 രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ ഒന്നിച്ചത്. 6 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് പുതിയ സമസ്യകളും സങ്കീർണമായ മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നുവെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ് പറഞ്ഞു. 60年后的今天，国际形势正在经历着新的复杂深刻调整。中国、印度、പഞ്ചശീല തത്വങ്ങളുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാനും സഹകരണം വർദ്ധിപ്പിക്കാനും 3 രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അവധി ദിനങ്ങൾ ആഘോഷമാക്കി മരുഭൂമിയിൽ പക്ഷി നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ദോഹയിലെ ഒരു കൂട്ടം മലയാളികൾ. ദോഹക്കൂട്ടം എന്ന പരിസ്ഥിതി കൂട്ടായ്മയിലെ അംഗങ്ങളാണ് കൊടും വേനലിലും ഈ പച്ചപ്പ് തേടി പോകുന്നത്. തലസ്ഥാനമായ ദോഹയിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ ഖത്തറിൽ ചില തുരുത്തുകളുണ്ട്. ഇവയിൽ മെക്കൈനിസിലെ ഇർക്കിയയിലും അബൂനഖലയിലെ ഹുമൈലയിലും തദ്ദേശീയരും ദേശാടകരുമായ നിരവധി പക്ഷികളാണ് വാസമുറപ്പിക്കുന്നത്. അറൗണ്ട് 3 ബില്യൺ ബേർഡ്സ് ആണ് യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സീസണിൽ. അപ്പോൾ ഈ പാത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയധികം ബേർഡ്സ് കടന്നു പോകുന്നൊരു മേഖലയാണ് ആക്ച്വലി ഇത്. അറബികളും ഇംഗ്ലീഷുകാരും അടങ്ങിയ സ്ഥിരം പക്ഷി നിരീക്ഷകർക്കൊപ്പം അടുത്ത കാലത്തായി ചില മലയാളി നിരീക്ഷകരും ഇവിടെ നിത്യ സന്ദർശകരാണ്. ഇതൊരു ട്രസ്റ്റബിൾ പ്ലേസ് ആണ്. എപ്പോൾ ഏത് ദിവസം വന്നാലും യു ക്യാൻ എക്സ്പെക്ട് സംതിങ്. അതുകൊണ്ട് ഇത് ചതിക്കില്ല. കഴിഞ്ഞ 6 മാസത്തോളം മേ ബി 1-2 വെള്ളിയാഴ്ച മിസ്സായിട്ടുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇവിടെ വരാറുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡേ ആണ് പുറത്ത് ഫോട്ടോ എടുക്കാൻ വരുന്നത്. അപൂർവ ഇനം പക്ഷികൾക്ക് പുറമെ വിവിധ തരം ഉരകങ്ങളും മരുഭൂജീവികളുമായി ഈ തുരുത്തുകൾ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായി മാറുകയാണ്. ഒപ്പം കൊടും ചൂടിലും തണുപ്പ് പകരുന്ന സവിശേഷമായ കാലാവസ്ഥയും. കൊടും വേനലിൽ ഖത്തർ കത്തിയമരുമ്പോൾ ഈ പച്ചത്തുരുത്തിൽ
10 ഡിഗ്രി വരെ ചൂട് കുറവായിരിക്കും. അനുകൂലമായ ഈ സാഹചര്യം തേടിയാണ് നിരവധി ദേശാടന കിളികൾ ഇവിടെ എത്തുന്നത്. പ്രവാസത്തിനിടയിലും നാടിനെ ഓർമ്മിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ യാത്രകളിൽ ദോഹ കൂട്ടത്തിന്റെ മുതൽക്കൂട്ട്. നമ്മൾ വീക്കെൻഡ്സിൽ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു നാട്ടിൽ പോയി എന്നൊരു ഫീലാണ്. വേനൽ മാറുന്നതോടെ കൂടുതൽ നിരീക്ഷകർ ഇനിയും ഇവർക്കൊപ്പം ചേരും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. അബുദാബി എമിറേറ്റിൽ ഹോട്ടൽ ലോബികളിലും കഫേകളിലും പുകവലി നിരോധിച്ചു. പൊതുസ്ഥലങ്ങളോട് പുകവലി നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. അബുദാബി എമിറേറ്റിൽ ഹോട്ടൽ ലോബികളിലും കഫേകളിലെയും റെസ്റ്റോറന്റുകളിലെയും ലോബികളിലുമാണ് പുകവലി നിരോധിച്ചത്. പൊതുസ്ഥലങ്ങളോട് ചേർന്ന ഭാഗങ്ങളിൽ പുകവലി നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് അബുദാബി ടൂറിസം ആൻഡ് കൾച്ചർ അതോറിറ്റി തീരുമാനം കൈക്കൊണ്ടത്. ഫെഡറൽ നിയമപ്രകാരമാണ് പുകവലി നിരോധിക്കുന്നത്. പുകവലി നിരോധനം സംബന്ധിച്ച് ഹോട്ടലുകളെയും വിനോദസഞ്ചാര സൗകര്യങ്ങളെയും ജനുവരിയിൽ അറിയിച്ചിരുന്നു. പുകവലി നിരോധനം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ടൂറിസം ആൻഡ് കൾച്ചർ അതോറിറ്റി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതോറിറ്റിയുടെ കണക്ക് പ്രകാരം അബുദാബി എമിറേറ്റിൽ 153 ഹോട്ടലുകളും ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലായി പുകവലി ഉപയോഗം മുൻവർഷത്തെ അപേക്ഷിച്ച് 31% വർദ്ധിച്ചത്. കുട്ടികളുടെയും യുവാക്കളുടെയും സാന്നിധ്യത്തിൽ കാറിൽ വെച്ച് പുകവലിക്കരുതെന്ന നിയമം ജനുവരിയിൽ പാസാക്കിയിരുന്നു. നിയമലംഘകരിൽ നിന്ന് 500 ദിർഹമാണ് പിഴ ഈടാക്കുക. മീഡിയ 1, അബുദാബി. ഇത്തവണത്തെ റമലാനിൽ വിവിധ ഇനം പഴങ്ങൾക്ക് പ്രിയമേറും. വേനൽ കടുത്തതും ദൈർഘ്യമേറിയ പകലുമാണ് റമലാനിൽ പഴവിപണി സജീവമാകാൻ കാരണം. ഖത്തറിലെ സൂപ്പർ മാർക്കറ്റുകളിലും പഴങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാരേറെ. വേനലിന്റെ ശക്തി പാരമ്യത്തിലെത്തിയ നേരത്താണ് ഇക്കുറി റമദാൻ നോമ്പ് വന്നെത്തിയത്. 15 മണിക്കൂറിലധികമാണ് ഖത്തറിൽ ആദ്യ നോമ്പിന്റെ ദൈർഘ്യം. അതുകൊണ്ടുതന്നെ വിവിധ ഇനം പഴങ്ങളും പഴച്ചാറുകളും ഇഫ്താറുകളിലെ അനിവാര്യ ചേരുവയായി മാറുന്നു. സീസൺ വിപണിയിൽ പഴങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ആവശ്യക്കാരേറെയാണ്. റംസാൻ ഇതായതുകൊണ്ട് ചെറിയ ഓഫറുകളുള്ള കാരണം ആൾക്കാർ തിരക്കും. ഖത്തറിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നതും പഴവിപണിയിൽ തന്നെയാണ്. ഇതോടൊപ്പം ശീതളപാനീയങ്ങൾക്കും പലഹാരങ്ങൾക്കും നല്ല ഡിമാൻഡുണ്ട്. നോമ്പ് തുടങ്ങുന്നതിന്റെ തലേ ദിവസമായതിനാൽ ഇന്ന് പതിവിൽ കവിഞ്ഞ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ വ്യത്യസ്തമായ പഴങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള തണ്ണിമത്തനും പൈനാപ്പിളിനും ഇളനീരിനും വിപണിയിൽ ആവശ്യക്കാരേറെയാണ്. മീഡിയ 1, ദോഹ. കുവൈറ്റിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രത്യേക റമലാൻ പ്രമോഷൻ ആരംഭിച്ചു. റെസ്റ്റോറന്റ്, ഹൈപ്പർ മാർക്കറ്റുകളിലും റമലാൻ കാല വിൽപ്പനയ്ക്കായി ഇത്തവണയും വൻ ഒരുക്കങ്ങളാണ് നടത്തിയത്. മിക്കയിടങ്ങളിലും പ്രത്യേക ഇഫ്താർ കൗണ്ടറുകളും ആരംഭിച്ചിട്ടുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ എത്തിയതോടെ രാജ്യത്തെ ഷോപ്പിംഗ് മാളുകൾ സജീവമായിരിക്കുകയാണ്. ഉപഭോക്താക്കളെ ആകർഷിക്കാനും നോമ്പുകാലത്തെ വിപണന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും റീറ്റെയിൽ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. റമദാൻ അനുബന്ധ ഷോപ്പിംഗിന്റെ വൻ തിരക്കാണ് എങ്ങും ദൃശ്യമാകുന്നത്. മത്സ്യം, പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് വിലവർധനവുണ്ടെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുടെ നിരക്കിളവ് പ്രയോജനപ്പെടുത്തുകയാണ് പ്രവാസികൾ. കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 4 ശാഖകളിലും റമദാൻ കരീം 2014 എന്ന പേരിൽ പ്രത്യേക പ്രൊമോഷൻ ആരംഭിച്ചു. ഭക്ഷ്യവസ്തുക്കൾക്കും റമദാൻ വിഭവങ്ങൾക്കും ആകർഷകമായ വിലക്കിഴിവാണ് പ്രൊമോഷൻ കാലയളവിൽ ഒരുക്കിയിരിക്കുന്നത്. നോമ്പുതുറ വിഭവങ്ങൾക്കും ഫ്രഷ് ജ്യൂസുകൾക്കുമായി പ്രത്യേക ഇഫ്താർ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം ഫലവർഗ്ഗങ്ങളുടെയും ഈത്തപ്പഴങ്ങളുടെയും കൗണ്ടറുകളും എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഗ്ദാദിലേക്ക് അമേരിക്ക പൈലറ്റില്ലാ വിമാനങ്ങൾ അയച്ചു. എംബസിയുടെ രക്ഷയ്ക്കെന്ന അമേരിക്ക. സുരക്ഷാ ഭീഷണിയില്ലെന്ന് ഇറാഖിലെ മലയാളി നഴ്സുമാർ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാരെ സഹായിക്കാൻ 3 ക്യാമ്പുകൾ തുറന്നതായി സയ്യിദ് അക്ബറുദ്ദീൻ. ഇറാഖിൽ ഐക്യ സർക്കാരിന് രൂപം നൽകാൻ ഒട്ടും വൈകരുതെന്ന് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ. പുണ്യ റംലാന നാളെ തുടക്കം. ഗൾഫ് നാടുകളിലും നാളെ വ്രതാരംഭം. നിക്ഷേപ സാധ്യതകൾ തേടി അബുദാബി ചേംബർ പ്രതിനിധി സംഘം ഉടൻ കേരളം സന്ദർശിക്കും. ഫലപ്രദമായ പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ ഒട്ടേറെ കമ്പനികൾ സന്നദ്ധമാണെന്ന പ്രമുഖ വ്യവസായി MA യൂസഫലി. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തി വിവിധ രാജ്യങ്ങളിലെ കുട്ടികളെ സഹായിക്കാനുള്ള കാരുണ്യ പദ്ധതിക്ക് ദുബായ് കെയേഴ്സ് തുടക്കം കുറിച്ചു. ഗുണഭോക്താക്കളാവുക 1 കോടിയിലേറെ കുട്ടികൾ. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.